എല്ലാവർക്കും സ്റ്റൂ കറി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് ഉണ്ടാക്കുന്ന കാര്യം ഓർക്കും പല ആൾക്കാർക്കും ഭയങ്കര റിസ്ക് പോലെ. കാരണം ഒന്നാം പാലെടുക്കണം, രണ്ടാം പാലെടുക്കണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഏത് സ്റ്റൂ ആയിക്കോട്ടെ, ചിക്കനോ മട്ടണോ ബീഫോ വെജിറ്റബിളോ, ടേസ്റ്റിന് ഒരു കുറവില്ലാണ്ട് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. സംഭവം ഒന്നുമില്ല. ഒരു വലിയ ഉള്ളിയും അര കഷ്ണം തക്കാളിയും മൂന്നോ നാലോ പച്ചമുളകും കൂടി എന്ത് ചെയ്യുക, വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കഴുകി വെച്ച ചിക്കനും പൊട്ടറ്റോ കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ഏലക്കായ ചതച്ചതും ഒരു 3-4 പട്ട, അതേപോലെ 5 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2-3 വിസിൽ വന്നാൽ ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായി അരച്ച് വെച്ച തേങ്ങ എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് രണ്ടാം പാലിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, തേങ്ങ അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം 4 ടേബിൾ സ്പൂൺ തൈര് എന്ത് ചെയ്യുക, മിക്സിയിൽ നന്നായിട്ട് അടിച്ച് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യുക, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം തോന്നുന്നില്ലേ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ എത്ര ഈസിയാന്ന്? ചിക്കൻ മാത്രമല്ല കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് സ്റ്റൂ കറി ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി.